സിനിമാ മോഹങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ അങ്ങനെയുള്ളൊരു ഫിലിമിന് പറ്റിയൊരു ലുക്കുള്ള ഒരാളാണോ എന്ന്. കാരണം അന്നത്തെ സമയത്ത് സിനിമയ്ക്ക് ഇന്നത്തെ സിനിമയാണ് കുറച്ച് മാറ്റം വന്നിട്ടുള്ളത്, ജനകീയമായിട്ടുള്ളത്. അന്നത്തെ സമയത്ത് സിനിമ കുറച്ച് ഗ്ലാമർ പരിവേഷത്തോടു കൂടി തന്നെയായിരുന്നു. അപ്പം ഞാൻ സിനിമ ഒരു മേഖലയായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിരുന്നില്ല. ഞാൻ പഠിച്ചിരുന്ന ബികോമാണ്. അപ്പോൾ എനിക്ക് ആ ഒരു മേഖലയിൽ വേറൊരു ലെവലിലൊക്കെ എത്തിപ്പെടണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ കിട്ടുന്ന അവസരങ്ങൾ, ഇപ്പം ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ ആർട്സ് ക്ലബിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാളായിരുന്നു. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ പറയുന്ന പോലെ നമ്മൾ അതിന് മുമ്പ് ഈ സ്കൂൾ തലത്തിൽ ഞാനൊരു ചിൽഡ്രൻസ് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയകുമാർ IAS ഓഫീസർ ചെയ്ത ചിൽഡ്രൻസ് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഉർവശി തിയേറ്റേഴ്സ് എന്ന ബാനർ എടുത്തിരിക്കുന്ന പങ്കജ് സേനൻ, സന്ദീപ് സേനൻ അവരൊക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം കോളേജിൽ MG കോളേജ് വന്നപ്പോഴത്തേന് MG കോളേജിൽ ആദ്യമായി റിലീസാക്കിയ ക്യാമ്പസ് ഫിലിം ഞങ്ങളാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ ലാൽ സാർ ഉൾപ്പെടെയുള്ളവർ, പ്രിയദർശൻ സാർ, ലാൽ സാറ്, അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് കുമാർ സാറൊക്കെ അവിടെ ഫിലിം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവർ റിലീസാക്കാൻ പറ്റിയിട്ടില്ല. റിലീസാക്കിയതുള്ള ഞങ്ങളുടെ ബാച്ചാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ചെറിയ അവസരങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൊച്ചുണ്ണി എന്ന സീരിയലിലേക്ക് വന്നത് യാദൃശ്ചികമായിട്ടായിരുന്നു. കൊച്ചുണ്ണി എന്ന സീരിയൽ എൻ്റെ ക്യാമ്പസ് ഫിലിം കണ്ടിട്ട് അതിലൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നെ വിളിച്ചായിരുന്നു. പല കള്ളന്മാരിൽ ഒരു കള്ളനായിട്ട് അഭിനയിക്കാനാണ് ഞാൻ അവിടെ ചെന്നത്. ഞാൻ പറഞ്ഞു കിട്ടുന്ന അവസരങ്ങൾ ചുമ്മാ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവിടെ ചെന്നപ്പോൾ കൊച്ചുണ്ണിയായിട്ട് 4 എപ്പിസോഡ് അഭിനയിക്കാനായിട്ട് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കണ്ടിരുന്നൊരു മുഖവും ഒരു ബോഡി സ്ട്രക്ചറും എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് കൊച്ചുണ്ണിയിലേക്ക് എത്തിപ്പറ്റിയത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം, പ്രേക്ഷകർ തന്ന സപ്പോർട്ട്, അത് ഏതാണ്ട് 200 എപ്പിസോഡുകളോളം ഞാൻ ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ വിനയൻ സാറിനെ പരിചയപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് എത്തിപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ സിനിമയായിട്ട് ചെയ്യാൻ വെച്ചിരുന്നത് വേറൊരു ഡയറക്ടറുടെ മൂവിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിനയൻ സാർ, ഞാൻ കൊച്ചുണ്ണി നിർത്തി കുറച്ച് കളഞ്ഞ് വിനയൻ സാർ നമുക്കൊരു സിനിമ ചെയ്യാം, ഇതിൽ ബോയ് ഫ്രണ്ട് എന്നുള്ള സിനിമയാണ്, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ മകൻ, വൈഫ് എല്ലാവരും ഉണ്ടായിരുന്നു. ചേച്ചി എല്ലാവരും പറഞ്ഞ് അവരൊക്കെ സീരിയൽ കാണാറുണ്ടായിരുന്നു. ഈ സിനിമയിൽ മണിക്കൂറിനാണ് നായകൻ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. ഞാനൊക്കെ ഒരിക്കലും കിട്ടാത്തൊരു ഭാഗ്യം, ഒരു വാതിൽ വിനയൻ സാർ എന്ന വ്യക്തി തുറന്നു തന്നു. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. കൊച്ചിൻ്റെ തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രം. ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്ന സമയത്ത് ബോയ് ഫ്രണ്ട് ആയാലും, ഛോട്ടാ മുംബൈ ആയാലും, തട്ടത്തിൻ മറയത്തായാലും, ഡോക്ടർ ലവ് എന്ന സിനിമ, പാവാട, ഗോഡ്സ് ഓൺ കൺട്രി, അപ്പോൾ ഇങ്ങനെ പറയാൻ പോയ കുറേ സിനിമകളുണ്ട്. ഞാൻ ഇപ്പോൾ ഏതാണ്ട് 30ഓളം സിനിമകൾ ചെയ്തു കഴിഞ്ഞു. ഈ കഥാപാത്രങ്ങൾ എനിക്ക് തന്ന സമയത്ത് ഡയറക്ടർ എന്നെ നൽകിയ വിശ്വാസത്തിൻ്റെ ഒരു 50-60% പൂർണ്ണത ആ ക്യാരക്ടറിന് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കഥാപാത്രങ്ങൾ കിട്ടുന്ന സമയത്ത് ഞാൻ ചെന്ന് അവരോട് ചോദിക്കും, സാർ ഈ ക്യാരക്ടർ ഞാൻ ചെയ്താൽ എത്രത്തോളം വിശ്വാസം എന്നിൽ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സംബന്ധിച്ചൊരു അഭിനയ വിദ്യാർത്ഥിയാണ്. എനിക്ക് സാറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാതൊരു വിശ്വാസത്തോടെ എനിക്ക് ക്യാരക്ടർ തരരുത്. അപ്പോൾ പറയും നമ്മൾ കോൺഫിഡൻ്റ് ആണ്, മണിക്കൂറിന് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇപ്പോൾ പാവാട എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ മണിയമ്പിൾ രാജചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ആ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഛോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിലും മണിയമ്പിൾ രാജചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. രാജചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മണിക്കൂട്ട എൻ്റെ പുതിയ സിനിമയാണ് പാവാട. മാർത്താണ്ഡൻ ചേട്ടനാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. പൃഥ്വിരാജ് നായകൻ, അനൂപ് മേനോനുണ്ട്. ഇതിനകത്തൊരു പോലീസ് ഓഫീസർ ക്യാരക്ടറുണ്ട്. എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ മണിക്കൂട്ടിന് ഇത് തരണമെന്ന് എനിക്ക് തോന്നി. കാരണം അമ്മയുടെ എല്ലാ പ്രോഗ്രാമിനും വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അമ്മ അസോസിയേഷൻ്റെ പ്രോഗ്രാംസിനല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ആളാണ് മണിക്കൂട്ടൻ. ഇതിനകത്തൊരു പോലീസ് ഓഫീസർ ക്യാരക്ടറുണ്ട്, വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത്. മണിക്കൂട്ടിന് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, ഞാൻ നിങ്ങളൊന്ന് വന്ന് കാണാം. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് നോക്കിയിട്ട്, കാരണം എൻ്റെ രൂപവും ഇതും എനിക്കറിയാം. അങ്ങനെ ഞാൻ അവരെ ചെന്ന് കണ്ടു. അവർ പറഞ്ഞു ഓക്കെ നമുക്കിത് ചെയ്യാം. കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പൃഥ്വിരാജിനെ കണ്ടു. രാജുവിനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് ക്യാരക്ടർ. അപ്പോൾ ഞാൻ കുറച്ച് സ്ലിമ്മായി. അപ്പോൾ രാജു പറഞ്ഞു, മണിക്കൂട്ട് ആ ക്യാരക്ടർ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, പക്ഷേ ഈ ഒരു സ്ലിമ്മായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് നോക്കാം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ പോയി പിന്നെ എൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡിയൊക്കെ മാറ്റി അനൂപ് മേനോൻ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അനൂപ് ഏട്ടൻ്റെ കൂടെ ഞാൻ പോലീസ് ഓഫീസറായിട്ട് ഹോട്ടൽ കാലിഫോർണിയ ചെയ്തു. അപ്പോൾ അനൂപ് ഏട്ടൻ കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് വന്നപ്പോൾ ഫസ്റ്റ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തി രാജുവാണ്, പൃഥ്വിരാജാണ്. കലക്കി മണിക്കൂട്ട, ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു സുരേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ഈ ക്യാരക്ടറിന് 2 ഫേസ് ഉണ്ട്. കാരണം 2 ഏജ് പറയുന്നുണ്ട്. അപ്പോൾ അനൂപേട്ടൻ പെട്ടെന്നൊരു ഇതായി. കാരണം അനൂപേട്ടൻ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത്, കാരണം അനൂപേട്ടൻ പഠിപ്പിച്ചിരുന്നൊരു വിദ്യാർത്ഥി 20 വർഷങ്ങൾക്ക് ശേഷം വരുന്നപ്പോഴത്തേന് ആ ഒരു ക്യാരക്ടറിനുള്ള ഏജ് എനിക്കുണ്ടോ എന്ന് അനൂപേട്ടൻ സംശയം പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ രാജുവാണ് അത് ക്ലിയർ ചെയ്യുന്നത്, പൃഥ്വിരാജാണ് അത് ക്ലിയർ ചെയ്യുന്നത്. അതങ്ങനെയല്ല, അതിങ്ങനെയാണ്.
ആ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ കാരണം മണിക്കുട്ടൻ തന്നെ ആ ഒരു ഏജിൽപ്പെട്ട ആൾ മതി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള, നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാനെന്ന് പറഞ്ഞൊരു ആക്ടറെ സംബന്ധിച്ച് സക്സസ് ആവുന്ന കാര്യം. അല്ലാതെ എത്ര സിനിമകൾ അതിൻ്റെ തുടക്കകാലങ്ങളിൽ ഒരു 4-5 വർഷം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എന്നെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുക, മാക്സിമം സിനിമ ചെയ്യുക, അല്ലെങ്കിൽ പറയുന്ന പോലെ മാക്സിമം ഇൻ്റർവ്യൂസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സിനിമയിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി ലൈഫ് പോലെ ഉള്ളൊരിതായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങി അങ്ങനെയല്ല, കുറച്ച് സിനിമകൾ ചെയ്താൽ മതി. ചെയ്യുന്ന സിനിമയിൽ എന്തെങ്കിലും കാമ്പുണ്ടായിരിക്കണം, ആ ക്യാരക്ടറിനോടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കാണിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുമോ കഥാപാത്രം? ഒരു ക്യാരക്ടർ ചെയ്ത് സക്സസ് ആക്കുന്നത് പോലെ തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്ത് ഫെയിലിയർ ആക്കി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ വാഷ്ഡ് ഔട്ട് ആവും ഇൻഡസ്ട്രിയിൽ നിന്ന്. അപ്പോൾ സക്സസ് ആക്കുക എന്നുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ മനോഭാവം എപ്പോഴും ഉണ്ടാകും. ഈ സക്സസിൻ്റെ ഇത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള സീനിയറായിട്ടുള്ള ആക്ടേഴ്സ് നമ്മളൊരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ തരുന്നൊരു പോസിറ്റീവ് വൈബ്. ഇത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിനു വേണ്ടി എന്നും ഒരുങ്ങി നിൽക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. കുറച്ച് ലേറ്റായെന്ന് വരാം, ചിലപ്പോൾ വന്നില്ല എന്ന് വരാം, പക്ഷേ വരുന്ന കാര്യങ്ങളെ കറക്റ്റായി ചെയ്യുക. അതാണ് ഞാൻ ഈ ഒരു 30 സിനിമകൾ ചെയ്ത സമയത്ത് ഞാൻ പഠിച്ചൊരു കാര്യം. എൻ്റെ ഒരു 25 സിനിമ, ഞാനൊരു സിനിമയിൽ വന്നൊരു 6 വർഷത്തിനിടെ 25 സിനിമ ഞാൻ ചെയ്തു. പക്ഷേ പിന്നെ ഒരു 5 വർഷം നോക്കിക്കഴിഞ്ഞാൽ വളരെ 6-7 സിനിമകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം ഈ പറയുന്ന പോലെ പിന്നെ ഉണ്ടായ ഞാൻ പിന്നെ പരിചയപ്പെട്ട ആർട്ടിസ്റ്റുകളും ഡയറക്ടേഴ്സിൽ നിന്ന് കിട്ടിയൊരു എന്താ പറയണ്ട, അവരിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങളും, പിന്നെ ഞാൻ പബ്ലിക്കലി ആൾക്കാരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും ഒക്കെ മനോഭാവത്തിൽ നിന്ന് എടുത്തിട്ട് പിന്നെ എടുത്തൊരു തീരുമാനമാണ് ഈ 5 വർഷത്തിന് ശേഷം. 5 വർഷത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6-7 സിനിമകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതും ഈ 5 വർഷത്തിന് ശേഷമുള്ള ഈ 6-7 സിനിമകളുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും.